ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു മന്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. പെരുന്നാളിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതിവിടെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക്, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 4 ഡ്രൈ ലെമൺ ഇതുപോലെ ഒന്ന് ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 10 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചിക്കൻ്റെ മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 പാക്കറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കൈപ്പിടി നിറയെ പുതിനയില എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 കപ്പൊക്കെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷണലാണ് കേട്ടോ. അതൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ml അടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി കട്ടിങ്ങിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യത്തെ 5 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതവിടെ ആവുന്ന ടൈമിൽ നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 1.5 കിലോ ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിന് പകരം മന്തി റൈസ് എന്ന് പറഞ്ഞിട്ടും കിട്ടും, അതെടുത്താലും മതി. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ റൈസ് നമ്മൾ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കേണ്ട ചെയ്യണത്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം കുറച്ചധികം വെള്ളം തന്നെ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലാണ് റൈസിൽ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയുടെ സീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 20 എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 4 കഷ്ണം പട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ ഇവിടെ കുക്കാവാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പീസുകളും. ഇനിയിപ്പോൾ ഇതാ റൈസിനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 90-95% ഒന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. റൈസ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ടൈമിൽ നമ്മളെ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ പീസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എല്ലാ ചിക്കൻ പീസുകളും നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ പീസുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ഈ ഒരു മസാലയും ഒക്കെ ഞാൻ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും ഈ ഒരു കാൽ ഭാഗത്തോളം അതിൽ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ റൈസും ഏകദേശം ഇവിടെ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പീസുകളൊക്കെ ഈ ചെമ്പിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവൻ ചിക്കൻ പീസുകളും ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ റൈസ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 95% ഞാൻ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഊറ്റിയെടുത്ത റൈസിൽ നിന്ന് ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പകുതി റൈസ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ആ മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ പകുതി ഭാഗത്തോളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ഒരു പകുതി റൈസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ റൈസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു മസാല ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഒരു മസാല ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡ് ഫുഡ് കളറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത് ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് കത്തിച്ചിട്ടുള്ള ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേഗം തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തിട്ടെടുക്കുക. 30 തൊട്ട് 45 മിനിറ്റ് വരെയൊക്കെ നമുക്കിതൊന്ന് ദം ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ റൈസ് കറക്റ്റായിട്ട് പഞ്ഞി പോലെ സോഫ്റ്റായി വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാർക്കോളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്ക് റൈസ് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പകുതി ഭാഗത്തോളം റൈസ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ചിക്കൻ പീസുകളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് റൈസ് ഒരു പകുതി ഭാഗത്തോളം മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെയുള്ള ചിക്കൻ പീസുകളൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ചിക്കൻ പീസുകളും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈസ് ഈ ഒരു ഓയിലൊന്ന് താഴെയുള്ള ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിലൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാ റൈസും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് വലിയ ചെമ്പായതുകൊണ്ട് നമുക്ക് ഒന്ന് കുടഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അരി പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു റൈസിൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാ റൈസിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് പെരുന്നാളിനൊക്കെ തലേ ദിവസം തന്നെ ഈ ഒരു മസാല ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാണ്ട് തന്നെ അന്ന് തന്നെ ചെയ്തെടുത്താലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡ് ഡിഷായിട്ട് മയോനൈസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടാറുള്ള ഒരു ടൊമാറ്റോ ചട്നിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു മന്തിയുടെ വീഡിയോ ഇട്ടതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസൊക്കെ നല്ല കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്